ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. PSC പരീക്ഷയ്ക്കുള്ള പ്രായപരിധി കൂട്ടാൻ സർക്കാർ ശുപാർശ. ജനറൽ വിഭാഗത്തിന് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി ഗുരുവായൂരിലേക്ക് വോട്ട് മാറ്റിയത് കൃത്യമായ പദ്ധതികളോടെയെന്ന് സൂചന. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഗുരുവായൂരിൽ മത്സരിച്ചേക്കും. 3 സീറ്റുകൾ വെച്ച് മാറണമെന്ന ആവശ്യം ഉന്നയിക്കാൻ CPI. ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു. വാണിയമ്പാറയിൽ ഡിവൈഡറിലിടിച്ച് കാറിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. മുരിങ്ങൂരിൽ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്നു വീണു. 3ാം തവണയാണ് സ്ലാബുകൾ തകർന്നു വീഴുന്നത്. ഉത്രാളിക്കാവിൽ പൂരം പെയ്തിറങ്ങി. വിവിധ ദേശങ്ങളുടെ എഴുന്നള്ളിപ്പിന് സാക്ഷികളായി ആയിരങ്ങൾ. കുറുമാലിക്കാവ് കുംഭഭരണി എഴുന്നള്ളിപ്പിനിടെ പോലീസും ദേശക്കാരും തമ്മിൽ സംഘർഷം. പോലീസ് 5 തവണ ലാത്തിവീശി. വയോധികയ്ക്ക് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. PSC പരീക്ഷയ്ക്കുള്ള പ്രായപരിധി കൂട്ടാൻ സർക്കാർ ശുപാർശ. ജനറൽ വിഭാഗത്തിന് 40 വയസ്സാണ് ശുപാർശ. ഇത് പ്രകാരം SC/ST വിഭാഗക്കാർക്കും പിന്നോക്ക വിഭാഗക്കാർക്കും പ്രായപരിധിയിൽ ഇളവ് വരും. നിലവിൽ ജനറൽ വിഭാഗത്തിന് 36 വയസ്സും പിന്നോക്ക വിഭാഗത്തിന് 39 വയസ്സും SC/ST വിഭാഗത്തിന് 41 വയസ്സുമായിരുന്നു പ്രായപരിധി. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് സർക്കാരിന്റെ തീരുമാനം. PSC പരീക്ഷാ പ്രായപരിധി ഉയർത്തണമെന്ന് ഉദ്യോഗാർത്ഥികളും നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്നു. വിരമിക്കൽ പ്രായം 60 വയസ്സ് ആക്കിയതോടെയാണ് സർക്കാരിന്മേൽ പ്രായപരിധി ഉയർത്തുന്നത് സംബന്ധിച്ച് സമ്മർദ്ദമുണ്ടായത്. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി ഗുരുവായൂരിലേക്ക് വോട്ട് മാറ്റിയത് കൃത്യമായ പദ്ധതികളോടെ. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയിലൂടെ ഗുരുവായൂർ മണ്ഡലം പിടിക്കാനുള്ള BJPയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് നീക്കം. തൃശൂർ MPയായ സുരേഷ് ഗോപിയുടെ കാലാവധി 2029 അവസാനിക്കുക. തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയാക്കാനും അതുവഴി മണ്ഡലം പിടിക്കാനുമാണ് BJP ലക്ഷ്യം എന്നാണ് വിലയിരുത്തൽ. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിലാണ് സുരേഷ് ഗോപി വോട്ട് ചെയ്യുക. ഗുരുവായൂർ ദേവസ്വം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് MPക്ക് വോട്ടുള്ളത്. 697 നമ്പർ വോട്ടറായാണ് സുരേഷ് ഗോപിയുടെ പേര് ചേർത്തിരിക്കുന്നത്. TCV തൃശൂർ. 3 സീറ്റുകൾ വെച്ച് മാറണമെന്ന ആവശ്യം ഉന്നയിക്കാൻ CPI. തൃശൂർ, പറവൂർ, മണ്ണാർക്കാട് എന്നീ സീറ്റുകൾ വെച്ച് മാറണമെന്ന ആവശ്യം ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിച്ചേക്കും. തൃശൂരിന് പകരം മണലൂർ, പറവൂരിന് പകരം പെരുമ്പാവൂർ എന്നീ സീറ്റുകൾ പകരം ചോദിക്കുമെന്നാണ് സൂചന. കണ്ണൂർ ജില്ലയിൽ 1 സീറ്റ് വേണമെന്നും ആവശ്യമുണ്ട്. നിലവിൽ CPI വിജയിച്ച മണ്ഡലമാണ് തൃശൂർ. ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. നെടുമ്പാൾ SNDP ഹാളിന് സമീപമാണ് പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടലിൽ വൻ ദുരന്തമാണ് ഒഴിവായത്. പാചകവാതക സിലിണ്ടറുകൾ വിതരണത്തിനെത്തിച്ച മിനി ലോറിയുടെ മുൻവശത്തു നിന്നാണ് ആദ്യം തീ പടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വാഹനത്തിന്റെ ഡ്രൈവർ ഉടൻ പുറത്തിറങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ തീ കെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയുമായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വാഹനത്തിന്റെ പുറകിലായുള്ള സിലിണ്ടറുകൾ ഉടൻ തന്നെ വാഹനത്തിൽ നിന്നും മാറ്റിയതും ഇതിലേക്ക് തീ പടരാതിരുന്നതും മൂലം വൻ അപകടം ഒഴിവായി. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു.
വാണിയമ്പാറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറിലിടിച്ച് കാർ മറിഞ്ഞു. പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിൽ നിന്ന് തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. പ്രദേശവാസികളും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് തീ നിയന്ത്രണ വിധേയമാക്കി. കാറിലുണ്ടായിരുന്ന നെന്മാറ സ്വദേശിക്ക് ചെറിയ പരിക്കേറ്റു. വാണിയമ്പാറയിൽ ഗതാഗത നിയന്ത്രണത്തിനായി സ്ഥാപിച്ച ഡിവൈഡറുകളിൽ ഇടിച്ച് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. മുരിങ്ങൂരിൽ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്നു വീണു. എറണാകുളം തൃശൂർ ദിശയിലെ ഭാഗത്താണ് പാർശ്വഭിത്തിയുടെ മുകളിൽ നിന്നും കോൺക്രീറ്റ് സ്ലാബ് നിലം പൊത്തിയത്. നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നതിനിടെയായിരുന്നു സംഭവം. ഭാഗ്യം കൊണ്ട് മാത്രം അപകടം ഒഴിവായി. ഇത് 3ാം തവണയാണ് സ്ലാബ് തകരുന്നത്. നേരത്തെ 2 തവണയും നിർമ്മാണത്തിനിടെയായിരുന്നു അപകടം. എന്നാൽ സ്ലാബുകളെല്ലാം ഘടിപ്പിച്ച ശേഷം മണ്ണ് നിറച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇപ്പോഴത്തെ സംഭവം. വേണ്ടത്ര മേൽനോട്ടം ഇല്ലാതെ നിർമ്മാണം നടക്കുന്നതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഉത്രാളിക്കാവ് പൂരം ആവേശമായി. പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചതോടെയാണ് പൂരത്തിന് തുടക്കമായത്. കുനിശ്ശേരി അനിയന്മാരാർ നടപ്പുര പഞ്ചവാദ്യത്തിന് പ്രമാണികത്വം വഹിച്ചു. എങ്കക്കാട് ദേശം എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ പുറത്തു കടന്നതോടെ കുമരനെല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് നടന്ന പഞ്ചവാദ്യത്തിന് ചോറ്റാനിക്കര നന്ദപ്പന്മാരാർ, കോങ്ങാട് മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. ചരിത്രപ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമായി. വൈക്കം ചന്ദ്രൻ, തിരുവല്ലുവാമല ഹരി എന്നിവർ പഞ്ചവാദ്യത്തിന് പ്രമാണികത്വം വഹിച്ചു. കുമരനെല്ലൂർ ദേശം ക്ഷേത്രത്തിൽ നിന്നും പുറത്തു കടന്നതിനു ശേഷം വടക്കാഞ്ചേരി ദേശത്തിന്റെ പൂരം പകൽ വെടിക്കെട്ട് നടന്നു. തുടർന്നാണ് ഭഗവതി പൂരം എഴുന്നള്ളിപ്പും നടന്നത്. കുറുമാലിക്കാവ് കുംഭഭരണി എഴുന്നള്ളിപ്പിനിടെ പോലീസ് ലാത്തിവീശി. പോലീസും ദേശക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് ലാത്തിവീശിയത്. ചൊവ്വാഴ്ച പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനിടെയാണ് സംഭവം. എഴുന്നള്ളിപ്പ് നടക്കുന്നതിനിടെ രാപ്പാൾ പള്ളം ദേശത്തിന്റെ മേളം നിർത്തിവെക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതാണ് സംഘർഷത്തിനിടയാക്കിയത്. പുതുക്കാട് പോലീസ് ബലമായി ചെണ്ടക്കോൽ പിടിച്ചു വാങ്ങിക്കുകയും നാട്ടുകാർക്ക് നേരെ ലാത്തികൊണ്ട് അടിക്കുകയുമായിരുന്നുവെന്ന് ദേശക്കാർ പറയുന്നു. 5 തവണ പോലീസ് ലാത്തിവീശി. വയോധികയ്ക്ക് പരിക്കേറ്റതായും പറയുന്നു. എന്നാൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം മേളം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടതോടെ ദേശക്കാർ പോലീസിന് നേരെ തിരിയുകയായിരുന്നുവെന്നും SIയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്.
ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങൂ SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. റാപ്പറും ഗാനരചയിതാവുമായ വേടൻ എന്ന ഹിരൺദാസ് മുരളിയുടെ വിവാഹം നടന്നു. മലപ്പുറം മഞ്ചേരി സ്വദേശിനി നവമിലതയാണ് വധു. ആരാധകരുടെ തിരക്ക് ഒഴിവാക്കാൻ തൃശൂർ സബ് രജിസ്ട്രാർ AM റിജു 5:30 വേടന്റെ വീട്ടിലെത്തിയാണ് വിവാഹം രജിസ്റ്റർ ചെയ്തത്. ഭരണഘടനയെ സാക്ഷിയാക്കിയായിരുന്നു വിവാഹം. കുടുംബാംഗങ്ങളുടെയും വളരെ അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായിട്ടായിരുന്നു വിവാഹം. എനിക്ക് ഒരുപാട് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത്. എൻ്റെ വിജയത്തിലും ഇപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന നമുക്ക് രണ്ടുപേർക്ക് വേണ്ടി നമ്മുടെ മനസ്സുകൾ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ പരിപാടികൾ നടന്നിട്ടുണ്ട്, ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ. അതിനെല്ലാത്തിനും കാരണം നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ കുഞ്ഞ പരിപാടിയായിരുന്നു എന്നുള്ള കാര്യം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. എൻ്റെ വീട് വരെ അലങ്കരിച്ചിട്ടുള്ള ഞാൻ അത്രയും വളരെ കുഞ്ഞ പരിപാടിയാണ്. അപ്പം എൻ്റെ ആരാധകർക്ക് അത് മനസ്സിലാവും. ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് സുന്ദരന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഇത്രയുള്ള പരിപാടി. പിന്നെന്താണ്, ഭരണഘടനയെ സാക്ഷി നിർത്തിയിട്ടാണ് നമ്മൾ രണ്ടുപേരും വിവാഹം കഴിച്ചിരിക്കുന്നത്. അത് ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഉപകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം തുടരുന്നു. ദുരിതത്തിലായി രോഗികൾ. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവച്ചിട്ട് 6 ദിവസം പിന്നിട്ടു. മുഖ്യമന്ത്രിയും ആരോഗ്യ ധനമന്ത്രിമാരുമായി KGMCTA കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയെങ്കിലും സമവായത്തിലെത്തിയിരുന്നില്ല. ചർച്ചയിൽ വ്യക്തമായ ഉറപ്പ് കിട്ടാത്തതിനാൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് KGMCTAയുടെ തീരുമാനം. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക, ആശുപത്രികളിൽ മതിയായ തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. സർക്കാർ ഡോക്ടർമാരുടെ സമരം ഉടൻ തീർപ്പാക്കാൻ സർക്കാർ ഇടപെടുക, രോഗികളുടെ പരാധീനതകൾക്ക് പരിഹാരം കാണുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സമിതി അംഗം രാജേന്ദ്രൻ അരങ്ങത്ത് നടത്തിയ ഉപവാസ സമരം അവസാനിപ്പിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് നാരങ്ങാനീര് നൽകി. സമാപന യോഗം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അടാട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷ് പ്രഭാകർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, ഷാജി കോടങ്കണ്ടത്ത്, DCC സെക്രട്ടറിമാരായ സുനിൽ ലാലൂർ, അനിൽ പുളിക്കൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപത അംഗങ്ങളായ ജനപ്രതിനിധികൾക്ക് ഭരണഘടനയുടെ ആമുഖം സമ്മാനിച്ച് സ്വീകരണം നൽകി കത്തോലിക്ക കോൺഗ്രസ്. ഫാമിലി അപ്പോസ്തലേറ്റ് സെന്ററിൽ നടന്ന ചടങ്ങിലാണ് അതിരൂപതയിലെ 225ഓളം ജനപ്രതിനിധികൾക്ക് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഭരണഘടനയുടെ ആമുഖം ഫ്രെയിം ചെയ്ത് സമ്മാനിച്ച് സ്വീകരണം നൽകിയത്. രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനങ്ങളെ മുൻഗണന നൽകി സേവിക്കണമെന്ന് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ജനങ്ങളെ സേവിക്കുന്നത് ക്രൈസ്തവ സാക്ഷ്യത്തോടെ സമുദായത്തെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാകണം. ജനപ്രതിനിധികളെ ഓർത്ത് നിറഞ്ഞ അഭിമാനവും സന്തോഷവും തനിക്കുണ്ടെന്നും മാർ താഴത്ത് പറഞ്ഞു. അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലെമൻ ഫ്രാൻസിസ്, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ്, കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി, കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊടകര മാള റോഡിലെ ആളൂർ പറമ്പി റോഡിന് സമീപം സ്കൂട്ടർ കനാലിലേക്ക് വീണ് യുവതിക്കും മകനും പരിക്കേറ്റു. പാലീക്കര കാവിൽ റിജോയുടെ ഭാര്യ ബ്ലെറ്റി, മകൻ ഇഷാൻ എന്നിവർക്കാണ് സാരമായി പരിക്കേറ്റത്. മാള തുമ്പരശ്ശേരിയിൽ നിന്ന് ആളൂർ ഭാഗത്തേക്ക് മകനോടൊപ്പം വരികയായിരുന്ന യുവതി പറമ്പി റോഡ് കനാൽ പാലത്തിന് സമീപം വെച്ച് കനാലിലേക്ക് വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് സമീപവാസികൾ ഓടിയെത്തി യുവതിയെയും കുഞ്ഞിനെയും കാനയിൽ നിന്നെടുത്ത് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിലെത്തിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കനാലിൽ വെള്ളമില്ലാതിരുന്നതിനാലാണ് യുവതിയെയും കുട്ടിയെയും രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് നാട്ടുകാർ പറഞ്ഞു. ആളൂർ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു.
ആളൂർ പറമ്പി റോഡിന് സമീപമുള്ള കനാൽ പാലത്തോട് ചേർന്ന് സുരക്ഷാ ഭിത്തി സ്ഥാപിക്കാത്തത് അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പരാതി. സംസ്ഥാന പാതയായ കൊടകര കൊടുങ്ങല്ലൂർ റോഡിലെ പറമ്പി റോഡ് കനാൽ പാലത്തിനോട് ചേർന്നാണ് അപകടം പതിയിരിക്കുന്നത്. ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലെ വലുതുകര കനാലാണ് ആളൂർ പറമ്പിന് റോഡിന് സമീപം കൊടകര കൊടുങ്ങല്ലൂർ സംസ്ഥാന പാത മുറിച്ചു കടന്നു പോകുന്നത്. 10 അടിയോളം താഴ്ചയുള്ളതാണ് കനാൽ. ഇവിടെ നിർമ്മിച്ചിട്ടുള്ള പാലത്തിനോട് ചേർന്ന് കനാൽ ബണ്ട് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാത്തത് തുടർച്ചയായ അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇതുപോലെ സാഹചര്യം ഉണ്ടാവാൻ സാധ്യത, കാരണം ഇതുപോലെ ബാരിക്കേഡ് വെച്ചിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ഒരു അപകടം, വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അധികൃതർ ഇത് കണ്ണടച്ച് ഉണ്ടാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു പോംവഴി കണ്ടെത്താനായിട്ട് പഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തണമാണ് ഞങ്ങളുടെ ആവശ്യം. ചൊവ്വാഴ്ച രാവിലെ ഇവിടെ സ്കൂട്ടർ കനാലിൽ വീണ് യുവതിക്കും കുഞ്ഞിനും സാരമായി പരിക്കേറ്റു. 1.5 വർഷം മുൻപ് സമാന രീതിയിലുള്ള അപകടം ഇവിടെ നടന്നിരുന്നു. പാലത്തിനോട് ചേർന്ന് തുറന്നു കിടക്കുന്ന ഭാഗത്ത് കൂടിയാണ് വാഹനങ്ങൾ കനാലിലേക്ക് വീഴുന്നത്. രാത്രിയിൽ ഇവിടം വെളിച്ചം കുറവായതിനാൽ ഇനിയും അപകടങ്ങൾ സംഭവിക്കാൻ ഇടയുള്ളതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കാൽനടക്കാർക്കും ഇവിടെ കനാലിലേക്ക് വീണ അപകടം സംഭവിക്കാം. ആഴവും ഒഴുക്കും കൂടുതലുള്ളതിനാൽ നിറയെ വെള്ളമുള്ള സമയത്ത് കനാലിൽ വീണാൽ മരണം വരെ സംഭവിക്കും. പാലത്തിനോട് ചേർന്ന കനാലിലേക്ക് തുറന്ന ഭാഗത്ത് റെയിൽ ഗാർഡ് പോലെയുള്ള സുരക്ഷാ സംവിധാനം സ്ഥാപിച്ചാൽ അപകട സാധ്യത ഒഴിവാക്കാനാകും. 1.5 വർഷം മുൻപ് 2 യുവതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനം കനാലിൽ വീണ പശ്ചാത്തലത്തിൽ നാട്ടുകാരും ജനപ്രതിനിധികളും ഇക്കാര്യം ഉന്നയിച്ചിരുന്നെങ്കിലും സ്ഥലപരിശോധന നടന്നതല്ലാതെ തുടർ നടപടി ഉണ്ടായില്ല. എത്രയും വേഗം യാത്രക്കാരുടെ സുരക്ഷയ്ക്കാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പഞ്ചായത്ത് അധികൃതരോടും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ടു. TCV കൊടകര. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മാളയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം തെറ്റിയ കാർ ഇടിച്ചുകയറി. ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്ന് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറിയത്. സംഭവം നടന്ന സ്ഥലത്ത് എപ്പോഴും ആളുകൾ നിൽക്കുന്ന പതിവുണ്ടായിരുന്നെങ്കിലും കടുത്ത വെയിലായതിനാൽ ആളൊഴിഞ്ഞ നിലയിലായിരുന്നു. പെരുമ്പിലാവ് സെന്ററിൽ 4 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ആർക്കും പരിക്കില്ല. കുന്നംകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന 2 കാറും 2 ലോറികളുമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 4 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ മോഷണം. ശ്രീകോവിലിന് മുന്നിലെ ഭണ്ഡാരം കവർന്നു. മേൽശാന്തി നട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. തിടപ്പള്ളിയുടെ വാതിൽ വഴിയാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. 2 അടിയോളം വലിപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരം എടുത്തുകൊണ്ടുപോയി. ഇതിന് സമീപത്തെ മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നിട്ടുണ്ട്. 2 പേർ മുഖം മറച്ച് മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. 6 മാസം മുമ്പും ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. ഗുരുവായൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായുള്ള കയ്പമംഗലം കാക്കത്തുരുത്തി കടവിലെ ബോട്ട് ചെട്ടി നിർമ്മാണം എങ്ങുമെത്തിയില്ല. പൈലിംഗ് നടത്തി തൂണുകൾക്ക് കോൺക്രീറ്റ് ഇട്ടതല്ലാതെ മറ്റൊന്നും ഇതുവരെ നടന്നിട്ടില്ല. 1.5 വർഷം മുമ്പാണ് ബോട്ട് ചെട്ടിയുടെ നിർമ്മാണം ആരംഭിച്ചത്. പെരിഞ്ഞനം, കയ്പമംഗലം പഞ്ചായത്തുകളുടെ അതിർത്തിയിൽ കാക്കത്തുരുത്തി പാലത്തിന് സമീപമാണ് ബോട്ട് ചെട്ടി നിർമ്മാണം തുടങ്ങിയത്. 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയുമുള്ള ബോട്ട് ചെട്ടിയാണ് വിഭാവനം ചെയ്തിരുന്നത്.
ഇതോട് ചേർന്ന് 40 മീറ്റർ നീളത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും തീരുമാനമായിരുന്നു. ഇതിനായി 90 ലക്ഷം രൂപ വകയിരുത്തുകയും ചെയ്തു. ഇറിഗേഷൻ വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാമെന്നായിരുന്നു കരാർ. എന്നാൽ 1.5 വർഷം പിന്നിട്ടിട്ടും ബോട്ട് ജെട്ടിയുടെ നിർമ്മാണം തുടങ്ങിയിടത്തു തന്നെ നിൽക്കുകയാണ്. നിർമ്മാണത്തിനുപയോഗിച്ച ഇരുമ്പു സാമഗ്രികളും ബോട്ട് ജെട്ടിയുടെ അടിത്തറയിൽ ഉപയോഗിക്കുന്ന കമ്പികളും വെള്ളത്തിൽ കിടന്നും തുരുമ്പെടുത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കരാറുകാരന്റെ നിസ്സഹരണമാണ് നിർമ്മാണം നിലയ്ക്കാൻ കാരണമായി ഉദ്യോഗസ്ഥർ പറയുന്നത്. ദേശീയ ജലപാത വികസനത്തിന്റെ ഭാഗമായി തൃപ്രയാർ, ഏനമാവ് എന്നിവിടങ്ങളിലെ ബോട്ട് ജെട്ടി നിർമ്മാണം പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. TCV ന്യൂസ്, കയ്പമംഗലം. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കേരള കോൺഗ്രസിന് നൽകുന്നത് എതിർത്ത് യൂത്ത് കോൺഗ്രസ് പ്രമേയം. സീറ്റ് കോൺഗ്രസിന് നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഉണ്ണിയാടൻ വീണ്ടും ഇരിങ്ങാലക്കുടയിൽ മത്സരിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ പറഞ്ഞു. ജനാധിപത്യ രീതിയിൽ ആർക്കും പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ടെന്ന് തോമസ് ഉണ്ണിയാടൻ പ്രതികരിച്ചു. കേരള നഴ്സസ് യൂണിയന്റെ 2ാമത് സംസ്ഥാന കൺവെൻഷൻ തൃശൂർ ജവഹർ ബാലഭവനിൽ CITU സംസ്ഥാന സെക്രട്ടറി CB ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കേരള നഴ്സസ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് OS മോളി അധ്യക്ഷത വഹിച്ചു. KNU സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ ജലീൽ, സംസ്ഥാന സെക്രട്ടറി അനൂപ് എൽദോസ്, ജില്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി സ്റ്റാലിൻ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ സുവോളജിക്കൽ പാർക്കിൽ സന്ദർശകർക്കായി ട്രാം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. വ്യത്യസ്തങ്ങളായ 24 ആവാസ ഇടങ്ങളും മാൻ സഫാരിയും ഉൾപ്പെടെ 336 ഏക്കറാണ് സുവോളജിക്കൽ പാർക്കിന്റെ വിസ്തൃതി. ഇത്രയും വിസ്തൃതമായ സ്ഥലത്ത് സന്ദർശകർക്ക് സൌകര്യപൂർവ്വം കാഴ്ചാനുഭവങ്ങൾ ഉണ്ടാകുന്നതിന് ട്രാം സംവിധാനം അത്യാവശ്യമാണ്. ഓസ്ട്രേലിയൻ സൂ ഡിസൈനറായ ജോൺ കോ തൃശൂർ സുവോളജിക്കൽ പാർക്കിന് വേണ്ടി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് ട്രാം സൌകര്യം, അതിനായുള്ള ട്രാംവേ, ട്രാം സ്റ്റേഷൻ എന്നിവ പ്രത്യേകമായി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇത്തരം സൌകര്യങ്ങൾ ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ചൂണ്ടിക്കാട്ടി. അയനമയ അയ്യപ്പൻ കവിതാ പുരസ്കാരം PA നാസിമുദ്ദീന്. ദൈവത്തിനൊപ്പം ഒരു പിക്നിക് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം. 10,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മാർച്ച് 8 കൊടുങ്ങല്ലൂരിൽ സമ്മാനിക്കുമെന്ന് അയനം ചെയർമാൻ വിജേഷ് എടക്കുന്നി പറഞ്ഞു. PN ഗോപികൃഷ്ണൻ, ശൈലൻ, സുബീഷ് തെക്കൂട്ട് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണപ്പറമ്പ് ബ്രാഞ്ചിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. സ്ട്രോങ് റൂമിൽ നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. മുറിക്കകത്ത് ശബ്ദം കേട്ട് ജീവനക്കാർ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മൂർഖൻ പാമ്പിനെ കണ്ടത്. ചാലക്കുടി ഫോറസ്റ്റിലെ RRT അംഗം കൂളിമുട്ടം സ്വദേശി അൻസാരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,830, പവന് 1,18,640 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. ഹൃദയം തൊടുന്ന സുവർണ നിമിഷങ്ങൾ. MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ.
PSC പരീക്ഷയ്ക്കുള്ള പ്രായപരിധി കൂട്ടാൻ സർക്കാർ ശുപാർശ. ജനറൽ വിഭാഗത്തിന് 40 വയസ്സ് വരെ അപേക്ഷിക്കാം. കേന്ദ്ര സഹമന്ത്രിയും തൃശൂർ MP-യുമായ സുരേഷ് ഗോപി ഗുരുവായൂരിലേക്ക് വോട്ട് മാറ്റിയത് കൃത്യമായ പദ്ധതികളോടെയെന്ന് സൂചന. 2031 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ഗുരുവായൂരിൽ മത്സരിച്ചേക്കും. 3 സീറ്റുകൾ വെച്ച് മാറണമെന്ന ആവശ്യം ഉന്നയിക്കാൻ CPI. ഇരിങ്ങാലക്കുട നെടുമ്പാളിൽ പാചകവാതകം വിതരണം ചെയ്യുന്ന വാഹനത്തിന് തീപിടിച്ചു. വൻ ദുരന്തം ഒഴിവായി. വാഹനത്തിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു. പണിയമ്പാറയിൽ ഡിവൈഡറിൽ ഇടിച്ച് കാറിന് തീപിടിച്ചത് പരിഭ്രാന്തി വരുത്തി. മുരിങ്ങൂരിൽ ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണ സ്ഥലത്ത് വീണ്ടും സ്ലാബ് തകർന്നു വീണു. 3ാം തവണയാണ് സ്ലാബുകൾ തകർന്നു വീഴുന്നത്. ഉത്രാളിക്കാവിൽ പൂരം പെയ്തിറങ്ങി. വിവിധ ദേശങ്ങളുടെ എഴുന്നള്ളിപ്പിന് സാക്ഷികളായി ആയിരങ്ങൾ. കുറുമാലിക്കാവ് കുംഭഭരണി എഴുന്നള്ളിപ്പിനിടെ പോലീസും ദേശക്കാരും തമ്മിൽ സംഘർഷം. പോലീസ് 5 തവണ ലാത്തിവീശി. വയോധികയ്ക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.